ഇപ്പോൾ വൈകുന്നേരം കേന്ദ്രീകരിച്ചിട്ടാണ് സാധാരണ ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും പാകിസ്ഥാൻ നൽകുന്നത്. അത് അതിർത്തി കടന്നുള്ള ആക്രമണം രാജസ്ഥാൻ അതിർത്തി, ജയ്സാൽമീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ പഞ്ചാബ് അതിർത്തിയിലും ജമ്മു കാശ്മീർ അതിർത്തിയിലുമാണ് ആക്രമണം നടത്തിയത്. ഇപ്പോൾ ഈ തരത്തിലുള്ള എല്ലാ ആക്രമണങ്ങളെയും മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തന്നെ തകർത്തുകളയുകയും ചെയ്തിരുന്നു. ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനം കൂടി ഇതിനകത്ത് ഏർപ്പെടുത്തുകയും അതിർത്തിയിൽ കൂടുതൽ സ്ഥലത്തേക്ക് ഇത് വ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യയുടെ ആ തരത്തിലുള്ള ഒരു വിജയത്തിന്റെ ഒരു പ്രധാന കാരണം. പാകിസ്ഥാൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിർത്തിയിലെ വെടിവയ്പ്പാണ്. അതിർത്തിയിലെ ഉറിയിലെ വെടിവയ്പ്പിൽ ഒരു സ്ത്രീ മരിച്ചു എന്നുള്ള ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല അതിർത്തി പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പൂഞ്ച് തുടങ്ങിയ സ്ഥലങ്ങളിൽ, പൂഞ്ചിലായാലും ഉറിയിലായാലും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് നേരെ ഈ ഷെല്ലാക്രമണം വന്ന് പതിക്കുന്നത് വലിയ തരത്തിലുള്ള ജീവഹാനി സംഭവിക്കുന്നതിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവിധത്തിലുള്ള ഈ തരത്തിലുള്ള ആക്രമണ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടുകൂടി പിന്നീട് നുഴഞ്ഞു കയറാനായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം. അതനുസരിച്ചുള്ള സാമ്പാതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയെങ്കിൽ പോലും 7 നുഴഞ്ഞുകയറ്റക്കാരെ അവർ ജെയ്ഷെ ഭീകരർ എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അവരെ BSF സൈന്യം കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ധനസുമത, അതുപോലെ തന്നെ ഇനിയുള്ള തുടർനീക്കങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു യുദ്ധം നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ അതിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്രകോപനം പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു, സാധാരണക്കാരാണ് കൊല്ലപ്പെടുന്നത്. ഈ അതിർത്തികൾ കേന്ദ്രീകരിച്ചുള്ള ഷെല്ലാക്രമണം, അതുപോലെ തന്നെ പാക് വെടിവെപ്പ്, ഇതൊക്കെ ഇപ്പോഴും തുടരുകയാണോ? ഈ പാകിസ്ഥാന്റെ അതിർത്തികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വെടിവയ്പ്, ഷെല്ലാക്രമണം തന്നെയാണ് പലപ്പോഴും തുടരുന്നത്. ഇത് ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിക്കുമ്പോൾ ഒരു ഇടവേളയ്ക്ക് ഒരു ആശ്വാസമായി മുടങ്ങുമെങ്കിൽ പോലും പിന്നീട് ഈ സാധാരണക്കാരായ ആൾക്കാരെ ലക്ഷ്യമിട്ടുള്ള ഈ ഷെല്ലാക്രമണം തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ആകാശമാർഗത്തിലുള്ള എല്ലാവിധ മിസൈൽ ആക്രമണങ്ങളും ഇന്ത്യ പൂർണ്ണമായി തകർത്തിരിക്കുകയാണ്. മാത്രമല്ല പഞ്ചാബിന്റെ പല സ്ഥലങ്ങളിലും ജയ്സാൽമീറിലും മിസൈലിന്റെ കഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചാബിൽ കണ്ടെത്തിയ മിസൈൽ ചൈനീസ് നിർമ്മിത മിസൈലാണ് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് പാകിസ്ഥാന്റെ ജെറ്റ് വിമാനങ്ങളിൽ നിന്നും തൊടുത്തുവിട്ട മിസൈൽ തന്നെയാകണം ഇത്. അപ്പോൾ ഈ പല ചൈന ഉപകരണങ്ങളും ചൈന മിസൈലും ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് സൈന്യം എത്തിച്ചേരുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഈ തരത്തിലുള്ള മിസൈലുകൾ പോലും തകർക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു. അതായത് ഇന്ത്യയുടെ ആകാശത്തിന്റെ അതിർത്തി കടക്കാനായി പോലും ഈ ഒരു മിസൈലിലും ഏറ്റവും കൂടുതൽ രൂക്ഷതയുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു മിസൈലിനും കഴിയുന്നില്ല. ഇത് റേഡിയോ ആക്ടിവിറ്റി തരംഗങ്ങൾ ഉപയോഗിച്ചും റഡാർ കൃത്യമായ സംവിധാനം വളരെ ഫലപ്രദമായി തന്നെ ഓട്ടോമാറ്റിക് ആന്റി മിസൈൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ടെക്നോളജി ഉള്ളതുകൊണ്ടും അതെല്ലാം തകർക്കുകയാണ്. ഒരു മിസൈൽ പോലും ഒരു ഇന്ത്യയിലെ ഒരാളുടെ പോലും ജീവഹാനിക്കോ പരിക്കേൽപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കെട്ടിടം തകർത്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾക്ക് പോലും ഇടയാക്കാത്ത തരത്തിൽ ഇന്ത്യ വളരെ ശക്തമായ പ്രതിരോധ സംവിധാനം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്.